ഇന്ന് ഫെബ്രുവരി മാസം 3-ാം തീയതി. ഈ ദിവസത്തിൽ എല്ലാവർക്കും ആശംസകൾ, ശുഭദിനാശംസകൾ നേരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം ഉൽപ്പത്തി പുസ്തകം 34-ാമത്തെ അധ്യായമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. വളരെ സങ്കടകരമായിരിക്കുന്നൊരു സംഭവമാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യാക്കോബിൻ്റെ മക്കളിൽ ഒരാൾ മകളായിരുന്നു. മകളുടെ പേര് ദീന എന്നായിരുന്നു. ഈ ദീന യാക്കോബ് തിരിച്ച് കനാൻ നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ചു കാലമൊക്കെ അവിടെ താമസിച്ചപ്പോൾ ദീനയ്ക്കൊരാഗ്രഹം. ദീനയ്ക്ക് കൂട്ടുകാരികളില്ല, ഉള്ളതൊക്കെ സഹോദരന്മാരാണ്. 12 സഹോദരന്മാർക്കൊരു സഹോദരി ഉണ്ടായിരുന്നത്തെ ബുദ്ധിമുട്ട് നമുക്കറിയില്ലേ ആ സഹോദരിക്ക്. അപ്പോൾ ദീന തീരുമാനിച്ചു, എനിക്ക് ദേശത്തിലെ ചില സ്ത്രീകളെയൊക്കെ കുമാരികളെയൊക്കെ കാണണം, യുവതികളെ കാണണം, അവരുമായിട്ട് ചങ്കാത്തമൊക്കെ സ്ഥാപിക്കണം. കേട്ടാൽ ശ്രവണം മാത്രമേ നല്ല കാര്യമാണ്, പക്ഷേ നല്ല കാര്യമായിരുന്നില്ലെന്ന് പിന്നാലെ നമുക്ക് മനസ്സിലാകും. മാതാപിതാക്കളുടെ അനുഭവത്തോടു കൂടെയാണോ പോയതെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ആണ് എന്ന് വേണം വിചാരിക്കാൻ. മാതാപിതാക്കളെ അറിയിക്കാതെ, അതെ, യാക്കോബിനെയും ലേയെയും അറിയിക്കാതെ പോയി എന്ന് വിചാരിക്കാനുള്ള ന്യായമൊന്നുമില്ല. ഒരു പക്ഷേ അധിക ദൂരം പോയും കാണുകയില്ല, ചില 1-2 കിലോമീറ്റർ മാത്രമേ പോയി കാണുകയുള്ളൂ. അങ്ങനെ എത്ര ദൂരം, അധികം ദൂരമൊന്നും അന്നത്തെ കാലത്ത് പോവില്ല, യാത്രാ സൗകര്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഏറെ അപകടകരമായിരുന്ന ഒരു പോക്കായിരുന്നു അത് എന്ന് അധ്യായം വായിക്കും നമുക്കറിയാം. എന്താ സംഭവിച്ചത്? വിജാതികളായ ജനാന്യരുടെ ഇടയിലേക്കാണ് അവൾ പോയത്. അവരുടെ കനാന്യ കന്യകമാരുമായുള്ള സൗഹൃദ ബന്ധം സ്ഥാപിക്കാനുള്ള പോക്ക് അത്ര നന്നായില്ല. അവൾ ആഗ്രഹിക്കാത്ത ചിലത് സംഭവിച്ചു. തികച്ചും അവൾ അപ്രതീക്ഷിതമായ ചിലത് സംഭവിച്ചു. എന്താ സംഭവിച്ചത്? സുന്ദരിയായ ദീനയെ കണ്ട മാത്രയിൽ തന്നെ ദേശത്തിൻ്റെ പ്രഭുവായിരുന്ന ഹാമോറിൻ്റെ മകനായ ശേഖേമിന് അവളിൽ അനുരാഗം ജനിച്ചു. അനുരാഗം ജനിക്കുക മാത്രമല്ല, പറയുന്ന അവളെ കൂട്ടിക്കൊണ്ടുപോയി അവളുമായി ശയിച്ചു എന്നാണ്, അവളുമായി അവിഹിത ബന്ധത്തിൽ ഇടപെട്ടു എന്നാണ്. അവളെ നിർബന്ധിച്ചു കൊണ്ടുപോയി, ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി, അതൊന്നും നമുക്കറിയില്ല. അതോ അവൾ മനസ്സോടെ പോയതാണോ? ഞാൻ വിചാരിക്കുന്നു ശേഖേം അവളുമായിട്ട് സംസാരിച്ച് കാണും. ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ മകനാണ്, ഈ ദേശം എൻ്റേതാണ്, നിങ്ങളുടെ അപ്പനും അമ്മയും ഒക്കെ ഇവിടെ വന്ന് താമസിക്കുന്നവരല്ലേ, അപ്പോൾ ഇവിടെ ഒരു ബന്ധം നമുക്കിങ്ങനെ സ്ഥാപിച്ചാൽ നിങ്ങൾക്കും നന്നായിരിക്കും, ഞങ്ങൾക്കും നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സ്വാധീനിച്ചായിരിക്കാൻ കൊണ്ടുപോയത്. ഏതായാലും ചെയ്തത് വലിയ തെറ്റാണ്. അവിവാഹിതരായിരിക്കുന്ന 2 ആളുകൾ തമ്മിൽ ഉള്ള അവിഹിതമായ ബന്ധം, അതും പോരെങ്കിൽ ദൈവത്തിൻ്റെ ജനവും ലോകത്തിൻ്റെ ജനവും തമ്മിലുള്ള, വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം, അത് തികച്ചും തെറ്റായിരുന്ന ഒരു ബന്ധമാണ്. പരസ്പര സമ്മതത്തോടു കൂടെ ആയിരിക്കാം ചെയ്തതെന്ന് ഞാനങ്ങ് വിചാരിക്കുക. അവളെ ബലാത്കാരം ചെയ്യുകയായിരുന്നിരിക്കില്ല, ഒരു പക്ഷേ ദീന സമ്മതിച്ചിട്ടായിരിക്കാം അങ്ങനെ ഒരു ബന്ധത്തിൽ പ്രവേശിച്ചത്. ഏതായാലും ആ ബന്ധം ഇസ്രായേലിന് അസ്വീകാര്യവും ദൈവമുൻപാകെ തെറ്റായ ഒരു പ്രവൃത്തിയുമായിരുന്നു. വൈകിട്ട് മകൾ തിരിച്ച് വരാഞ്ഞപ്പോൾ അവർ അന്വേഷിച്ച് കാണും. അന്വേഷിച്ചപ്പോൾ കാര്യം മനസ്സിലായി. ശേഖം പറഞ്ഞു, നമ്മൾ പേടിക്കേണ്ട, മകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവളുടെ സഹോദരന്മാരൊക്കെ വന്ന് യാക്കോബിനോടും യാക്കോബിൻ്റെ മക്കളോട് സംസാരിച്ചു. നിങ്ങൾ ഈ രാജ്യത്ത് അന്യരായിട്ട് താമസിക്കുകയല്ലേ, എനിക്ക് നിങ്ങളുടെ മകളെ വളരെ ഇഷ്ടപ്പെട്ടു, നല്ലൊരു പെൺകുട്ടിയാണ്, വിവാഹം ചെയ്തു തരണം. ഞങ്ങളുടെ ദേശം വിശാലമാണ്, നിങ്ങൾക്ക് ഈ ദേശത്ത് വസിക്കുകയും നിങ്ങൾക്ക് ക്രയവിക്രയം ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു ദിനമായിട്ട് ഇവിടെ താമസിക്കും, നിങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് തരിക, ഞങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾക്ക് തരാം. ഓക്കെ, അവർ നല്ല മാന്യമായിട്ടൊക്കെ സംസാരിച്ചു. ലേവിയും ശിമയോനും വളരെ തന്ത്രപൂർവ്വമാണ് അവർ പെരുമാറുന്നത്. അവർ പറഞ്ഞു, കുഴപ്പമില്ല, നല്ല കാര്യമാണല്ലോ, അത് നമുക്ക് ചെയ്യാമല്ലോ, നമ്മളെല്ലാം ഈ രാജ്യത്തിലല്ലേ ജീവിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങളുമായിട്ട് പറഞ്ഞ ഒരു ഉടമ്പടിയുണ്ട്, ആ ഉടമ്പടിയുടെ അടയാളമായിട്ട് ഞങ്ങൾക്ക് പരിച്ഛേദനയുണ്ട്. അപ്പോൾ ആ പരിച്ഛേദന എന്ന് പറഞ്ഞ കർമ്മം നിങ്ങളും അങ്ങ് അനുഷ്ഠിക്കാമെങ്കിൽ നമ്മളൊന്നാകും, പിന്നെ നമുക്കൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞു. അവരെ ബോധ്യപ്പെടുത്തി. ശേഖേം നല്ല മനുഷ്യനായിരുന്നു. ശേഖേം ചെന്ന് ശേഖേമിൻ്റെ ആളുകളോട് പറഞ്ഞു, അവരെല്ലാം അങ്ങ് സമ്മതിച്ചു. ശേഖേം നല്ല സ്വാധീനമുള്ള ഒരാളായിരുന്നു. ഈ വേദന നിറഞ്ഞതായിരിക്കുന്ന കർമ്മം അനുഷ്ഠിക്കാനായിട്ട് അവിടെ 70 വയസ്സും 50 വയസ്സുള്ള വലിയപ്പന്മാർ തുടങ്ങി അവിടെയുള്ള കൊച്ചു പിള്ളേർ വരെയുള്ള എല്ലാവരും സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ശേഖേമിനെ ഞാൻ വളരെ അനുമോദിക്കുന്നു. ശേഖേം വാസ് എ ജെൻറ്റിൽമാൻ എന്ന് വേണം, ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ, സ്വാധീനമുള്ളൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ പരിച്ഛേദനയൊക്കെ കൊണ്ട് കഴിഞ്ഞു. എൻ്റെ വിചാരം യാക്കോബിൻ്റെ മക്കളായിരിക്കും പരിച്ഛേദനാകർമ്മം നടത്തിയത്, ഇവർക്കല്ലേ പരിചയമുള്ളൂ. അപ്പോൾ അവർ മനോഹരമായിട്ട് സർജറിയൊക്കെ നടത്തി എല്ലാവരെയും പരിശോധന ചെയ്തു. എത്ര ആളുകളുണ്ടായിരുന്നു അറിയില്ല. അങ്ങനെ വേദന എടുത്ത് 3-ാം ദിവസമാണ് ഇതിന് വേദന കൂടുന്നതെന്നാണ് പറയുന്നത്. 3-4 ദിവസം വേദന എടുത്ത് അനങ്ങാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ, നടക്കാനും വയ്യാതിരിക്കുന്ന സമയത്ത് ഈ 2 സഹോദരന്മാർ ലേവി ശിമയോനും
തികച്ചും വഞ്ചനാപരമായ രീതിയിൽ അവരുടെ വാളെടുത്തുകൊണ്ട് ചെന്ന് ഇവരെ എല്ലാം വെട്ടിക്കൊന്നു. ഓരോ വീട്ടിലും കയറി എങ്ങനെയുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഇൻഫെക്ഷനൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് വാളെടുത്തിട്ട് വെട്ടാണ്. അല്ല, അതിനെ വെട്ടി 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 അങ്ങനെ മുഴുവൻ ആളുകളെയും അവരെ ഞാൻ വിചാരിച്ചു കൊന്നിട്ട് അവിടെ സൗകര്യം കൂട്ടിക്കൊണ്ട് പോകുന്നു. ഹാമോറിനെ കൊന്നു കാണും, ഹാമോറിൻ്റെ മകനെയും കൊന്നു കാണും, അവിടെ ആഴ്ചയുള്ള എല്ലാവരെയും കൊന്നു കാണും. എത്ര ഭയങ്കരമായിരിക്കുന്ന ഒരു ചതിവാണ് ചെയ്തത്. അങ്ങനെയെങ്കിലും ഇവിടെ യുദ്ധം ആദ്യം പ്രഖ്യാപിക്കണമായിരുന്നു. ആലോചന കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളുടെ മകളെ വിട്ടു തരണമെന്ന് പറയാം. സമ്മതിച്ചില്ലെങ്കിൽ യുദ്ധം ചെയ്യണമായിരുന്നു. അതാണ് അവർ വേണ്ടത്. ഇങ്ങനെ ചതിവിൽ ചെയ്തത് അത് തികച്ചും തെറ്റായ ഒരു പ്രവൃത്തിയായിരുന്നു. ഹാമോറിൻ്റെ മകൾ ദീനയെ വഷളാക്കി എന്നത് ശരി തന്നെ, അത് തെറ്റായ പ്രവൃത്തിയാണ്. പക്ഷേ അതിന് പരിഹാരം ചതിയാണോ? കണ്ടൻതടിക്ക് മുണ്ടൻതടി എന്നൊരു പ്രയോഗം ഞങ്ങളുടെ നാട്ടിലുണ്ട്. അതാണ് ഇവന്മാർ ചെയ്തത്. ശേഖയം ചെയ്തത് കണ്ടൻതടിയാണെങ്കിൽ ഇവർ ചെയ്ത മുണ്ടൻതടിയാണ്. ഒട്ടും മെച്ചമല്ലാത്ത പ്രവൃത്തിയാണ്, ചതിയും വഞ്ചനയും. പക്ഷേ യാക്കോബ് ആകെ ഭയപ്പെട്ടു പോയി. യാക്കോബ് മക്കളെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എന്തായി ചെയ്തതെന്ന് ചോദിച്ചു. എനിക്കിവിടെ ആളുണ്ടോ, എനിക്ക് ആൾബലമുണ്ടോ? അത് 12 പിള്ളേരല്ലേ ഉള്ളൂ, പിന്നെ കുറച്ച് ദാസന്മാരുണ്ട്. അവിടുന്ന് കൊണ്ടുവന്ന് കുറച്ച് ദാസന്മാരല്ലേ ഉള്ളൂ. അബ്രഹാമിന് ദാസന്മാരെല്ലാം പോയില്ലേ, യേശാവിന് പോയി. അപ്പോൾ ഇനിയിപ്പം ദാസന്മാരെയൊക്കെ ആക്കി വരണം. ഞാൻ ഏകനായിട്ടാണ്, നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്തത് തികച്ചും അധാർമ്മികയാണെന്ന് പറഞ്ഞു. പക്ഷേ മക്കൾ പറഞ്ഞു, അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, വേശ്യയെ പോലെ എന്ന് ഞങ്ങൾ മകളോട് പറഞ്ഞ് അവരെ ന്യായീകരിക്കാനായിട്ട് തുടങ്ങി. അതെ, ഒരു പക്ഷേ ന്യായപ്രമാണം തന്നിട്ടില്ലെങ്കിലും അവർ പറഞ്ഞു കാണും, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. പക്ഷേ കണ്ണിന് പകരം കണ്ണാണെന്നോ ചെയ്തത്? അല്ല. കണ്ണിന് പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ലെന്നും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പ്രതികാരം ഒരിക്കലും തെറ്റിനേക്കാൾ കൂടാൻ പാടില്ല, ശിക്ഷ ഒരിക്കലും തെറ്റിനേക്കാൾ കൂടാൻ പാടില്ല. ഒരു പല്ലടിച്ച് കളഞ്ഞാൽ വേറൊരു പല്ലടിച്ച് കളയാം ശിക്ഷയായിട്ട്. ഇതിപ്പോൾ അങ്ങനെയാണോ? എത്ര പേരവിടെ ഉണ്ടായിരുന്നു? 100 പേരോ 150 പേരോ 500 പേരോ എത്ര പേരുണ്ടായിരുന്നു നമുക്കറിയില്ല. ആളുകളുടെ സംഖ്യയൊന്നും പറഞ്ഞിട്ടില്ല. ഈ മനുഷ്യരെ മുഴുവനും കൊന്നു. ഒരു അവിടെ പെങ്ങളെ വഷളാക്കി എന്ന് പറഞ്ഞ് അവരെ എല്ലാം കൊന്നു. അതും വിവാഹം ചെയ്ത് തരാമെന്ന് വാഗ്ദത്തം ചെയ്ത് അവരെ പരിച്ഛേദനയ്ക്ക് വിധേയമാക്കി, എന്നിട്ട് അവരെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. അവരുടെ സ്വത്തുക്കൾ അടിച്ചുകൊണ്ട് പോകുന്നതാണ്. അവരുടെ കന്നുകാലികളെയും ആടുമാടുകളെയും മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്നു. ഭയങ്കരന്മാരാണ്, ഭയങ്കരന്മാരാണ്. അതുകൊണ്ടാണ് യാക്കോബ് അവരെ അനുഗ്രഹിച്ചും പറഞ്ഞത്, നിങ്ങളെ ഇസ്രയേൽ ചിതറിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളെ ഇസ്രയേൽ ചിതറിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചിതറിച്ചു. ലേവ്യ ഗോത്രത്തിന് മറ്റ് 11 ഗോത്രങ്ങളിടയിൽ അതാ കുറേ സ്ഥലം കൊടുത്തത്. അവരെ ചിതറിച്ചു. മറ്റ് ഒരുമിച്ച് താമസിച്ച വലിയ അപകടമാണ് യാക്കോബ് മനസ്സിലാക്കി കാണുമായിരിക്കും. ഏതായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളൊരു തെറ്റിനെ വേറൊരു തെറ്റുകൊണ്ട് നീതീകരിക്കാനായിട്ട് ശ്രമിക്കരുത്. യാക്കോബിൻ്റെ സഹോദരന്മാരതാ ചെയ്തത്. അവരെ ഒരു ശേഖം ചെയ്തത് തെറ്റാണ്, അതിനെ നമുക്ക് നീതീകരിക്കാൻ സാധിക്കുകയില്ല. ദീന ചെയ്തതും തെറ്റാണ്. അവളെന്തിനാണ് ഇറങ്ങിപ്പോയത്? കനാന്യ സ്ത്രീകളിലേക്ക് ഇറങ്ങിപ്പോയത് എന്തിനാണ്? ഞാൻ വിചാരിക്കും യാക്കോബും ലേയും ചെയ്തതും തെറ്റാണ്. എന്തിനു മകൾക്ക് അനുവാദം കൊടുത്തു പോകാനായിട്ട്? ലേവിയും ശിമയോനും ചെയ്തത് തെറ്റാണ്. എന്തിനാണ് അവർ പറഞ്ഞത് ഞങ്ങൾ വിവാഹം ചെയ്ത് തരാമെന്ന്? വിവാഹം ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. നിങ്ങളിത് ചെയ്യാമെങ്കിൽ ഞങ്ങൾ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. അവരും തെറ്റാണ്. അപ്പോൾ ഒരു തെറ്റിന് പകരം എത്ര തെറ്റുകളാണ് അവിടെ. എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക എന്നൊക്കെ പറയുന്ന പോലൊരു പ്രവൃത്തിയാണ് അവർ ചെയ്തത്. തെറ്റാണ്. ദൈവം അങ്ങനെയുള്ള പ്രവൃത്തികളെ ഒരിക്കലും ദൈവം മാനിക്കുകയോ ദൈവം അംഗീകരിക്കുകയോ ചെയ്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളെ നാം വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. നമ്മളോട് തെറ്റ് ചെയ്യുന്ന ആളുകൾ കാണും. അവരുടെ തെറ്റിന് തക്കവണ്ണം നാം അവരോട് പ്രതികാരം ചെയ്യാൻ പോകരുത്. പ്രതികാരം യഹോവയ്ക്കുള്ളതെന്ന് ബൈബിൾ പറയുന്നു. ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഞാൻ വിചാരിക്കുന്നു ദീനയെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാമായിരുന്നു. ദീനയെ തിരിച്ചു കൊണ്ടുവരാമായിരുന്നു. ദീനയെ പിന്നെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തോ കൊടുത്തില്ലയോ ഇതൊന്നും നമുക്കറിയില്ല. ഏതായാലും ദീന വിവാഹം കഴിപ്പിച്ച് കൊടുത്തെങ്കിലും കനാനുള്ള ആർക്കെങ്കിലും ആയിരിക്കണം വിവാഹം കഴിപ്പിച്ച് കൊടുത്തത്. കാരണം അവിടെ വേറെ ആളുകളില്ലല്ലോ, അല്ലേ ഒരു പക്ഷേ ഇസ്മായിലിൻ്റെ കൂട്ടർക്കോ അതുപോലെയുള്ളതായിരിക്കുന്ന അബ്രഹാമുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ആരുടെയെങ്കിലും കൂട്ടർക്കായിരിക്കും. ഏതായാലും അതൊരു തെറ്റായ നടപടിയായിപ്പോയി. അപ്പോൾ എനിക്ക് ഈ വേദഭാവം ധ്യാനിച്ചപ്പോൾ എൻ്റെ കർത്താവേ, എന്നോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിന് പകരം ഒരു തെറ്റ് ചെയ്യുവാൻ എനിക്കിടയാകരുത്. തെറ്റിനെ തെറ്റുകൊണ്ടല്ല, തിന്മയെ നന്മ കൊണ്ട് നേടുക എന്നാണ് ദൈവവചനത്തിൻ്റെ പ്രമാണം. അങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ.